ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് തേങ്ങ തീരെ ചേർക്കുന്നില്ല. തേങ്ങയില്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇഡ്ഡലിക്കും ദോശയ്ക്കും വടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ചട്നി. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 കപ്പ് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തൊലിയോടെയുള്ള കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് സാധാരണ കപ്പലണ്ടി വറക്കുന്ന പോലെ വറുത്തെടുക്കുക. ഇത് കുറച്ചൊന്ന് പൊട്ടി വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ ഇതിവിടെ പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഈ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ തന്നെയാണ് മറ്റുള്ള ചേരുവകളൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു സവാളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി അരിഞ്ഞതാണ്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി അരിഞ്ഞത്, അതും 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരുപാട് പൊടിയായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലായിരിക്കും. ഇനി ഇത് കുറച്ചൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പില ഇടാം. കൂടെ തന്നെ അധികം എരിവില്ലാത്ത 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഉള്ളിയെല്ലാം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. അത് അരയ്ക്കുന്ന സമയത്ത് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അത്യാവശ്യം പുളിയുള്ള ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് ചെറുതാക്കിയിട്ടല്ല, ഇതേപോലെ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾക്ക് അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല. തക്കാളിയെല്ലാം വെന്തുടയുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ചെറിയ തീയിൽ തന്നെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറെ ചേരുവകളൊന്നും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട. നന്നായി തണുത്തതിന് ശേഷം നമ്മൾക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കപ്പലണ്ടിയും അതേപോലെ തന്നെ ഉള്ളിയെല്ലാം വഴറ്റിയതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ജാറിലിട്ടാൽ എല്ലാം കൂടെ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമേ തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാതെ നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ ബാക്കിയുണ്ട്. താളിച്ചിടാനുണ്ട്. അതിനായിട്ട് വീണ്ടും ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ കുറച്ചൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വരണം. അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. പൊട്ടി വന്നതിന് ശേഷം മാത്രം കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കടുകെല്ലാം നന്നായി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. 2 ഉണക്കമുളക് പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിന് പകരം ചെറിയ ഉള്ളി 2-3 എണ്ണം വട്ടത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കുക. നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ തന്നെയാണ്. ഇനി വേറെ ചേരുവകളൊന്നും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. നന്നായി ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച ചട്നി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ചട്നി വേണമെന്നുള്ളവരാണെങ്കിൽ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പെല്ലാം ഒന്നും കൂടെ നോക്കാം. ഞാൻ അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ചട്നി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്